ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വഴുതനങ്ങയൊക്കെ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 2 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ അരച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വഴുതനങ്ങ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. അതെല്ലാം കോരിയെടുക്കുക. എല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ 2-3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ആ സവാളയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എല്ലാം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പൊടികൾ കൂടെ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് ഒന്ന് അതിലിട്ട് വഴറ്റാം. അതിനുശേഷം വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ്. അത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു നെല്ലിക്കയുടെ പകുതി വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ചേർക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ട് സിമ്മിൽ വെച്ചാണ് വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രമാണ് അരച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ പുളി ആവശ്യമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ട്. പുളിവെള്ളം കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിന് വേണ്ടി ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടാറി കഴിയുമ്പോൾ കുറുകും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ ചേർക്കുക. ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിരുന്നു, ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. താങ്ക്